നമ്മൾ ചുമത്താങ് എന്ന് പറഞ്ഞ ഹോട്ട് സ്പ്രിങ് വന്നേക്കുന്ന കേട്ടോ. ഇത് ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പരിപാടി ചെയ്യുന്നത് അത് കണ്ടോ, ഞാൻ ഒരു രണ്ട് മുട്ട മേടിച്ച് ഇതിനകത്തിട്ട് പുഴുങ്ങാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഇതിന് ഇച്ചിരി ചൂട് കുറവാണ്. ഒറ്റയടിക്ക് അത്രയും ചൂടിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ മുട്ട പൊട്ടിപ്പോവും. ഹോട്ട് സ്പ്രിങ് ഭയങ്കര ചൂടാണ്. ഇത് ഇവിടെയുള്ള ഹോട്ട് സ്പ്രിങ്ങിനെ കണ്ടോ, ഇത് ഇങ്ങനെ തിളച്ച് മറിയും. കുക്കറിനകത്തുനിന്ന് വെള്ളം ചീറ്റണ പോലെയാണ് ഇത് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. മുട്ട ഇങ്ങനെ കിടന്ന് തിളക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ പുഴുങ്ങി റെഡിയാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ. മുട്ട അങ്ങനെ കിടന്ന് വേകുന്നുണ്ട്. ഒരെണ്ണം എടുക്കാൻ പോവാണേ. എടുത്തോ നോക്കാം. ആ, അടുത്ത് നിൽക്കത്തില്ല, വെള്ളം ഭയങ്കര ചൂടാ. ആ, വെന്തിട്ടുണ്ട്. ആണോ? സമയം കൂടെ വേണം. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അതെ, പാതി വേണ്ട മുട്ട അങ്ങോട്ട് കഴിക്കണമെന്നാണ് തോന്നുന്നത്. ആൾക്കാർ ഇവിടെ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ. കുറെ തോടെ കിടപ്പുണ്ട്. വേണ്ട, വെന്ത് ഒരു 10 മിനിറ്റ് കൂടെ വേണം. 10 മിനിറ്റ് കൂടെ എന്താ ഫുള്ളായിട്ട് വരും. അടിപൊളി. ഒഴിഞ്ഞു പോരുന്നില്ല, ശരിക്കും വെന്തിട്ടില്ല. ഇവിടെ എല്ലാം വീടുകളുടെ ഗ്യാസൊക്കെ കുറച്ച് മതി. തീയും ഗ്യാസും ഒന്നും ആവശ്യമില്ല. മുട്ട കേട്ടോ. അതിലൊന്നുകൂടെ തരണം. ഇത് ഹോട്ട് സ്പ്രിങ്ങിൽ പുഴുങ്ങിയ മുട്ട. വെന്തില്ലെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട് അല്ലേ? വെന്തിട്ടുണ്ട്. എന്നാലും 5 മിനിറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സെറ്റ് ആയനെ, പൊളിഞ്ഞു കിട്ടാൻ എളുപ്പമുണ്ടായിരുന്നു. അടുത്ത മുട്ട അടിപൊളിയാവും. തീയോ പുകയോ ഒന്നും ഇല്ലാതെ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്ത കേട്ടോ. അടിപൊളി.